നാളെ രാവിലെ 7 മണി മുതലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 604 തദ്ദേശ സ്ഥാപനങ്ങളിൽ നാളെ വോട്ടെടുപ്പാണ്. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനും തൃശൂരിൽ നിന്ന് സൂരജ് സജിയും ചേരുകയാണ്. ആദ്യം സൂരജിലേക്ക്. സൂരജ്, തൃശൂർ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ 3 കോർപ്പറേഷനുകളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. തൃശൂരിലെ ഇത്തവണത്തെ രാഷ്ട്രീയ പോര് എങ്ങനെയാണ്? ഒപ്പം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ദിൽന, തൃശൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഈ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ത്രികോണ പോരാട്ടം എന്ന് പറയാം. BJPക്ക് ഒരു അക്കൗണ്ട് സമ്മാനിച്ച ഇടം, അവിടെ BJPയും വലിയ പ്രതീക്ഷ വെക്കുന്നു. LDFും UDFും ആകട്ടെ, അവരെ സംബന്ധിച്ചും കഴിഞ്ഞ തവണ ഒരു സീറ്റിന്റെ ബലത്തിലാണ് UDFിന് ഭരണം നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഈ അധികാരം തിരികെ പിടിക്കാൻ വേണ്ടി UDF ശ്രമിക്കുന്നു. LDF ആകട്ടെ തങ്ങളുടെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കോർപ്പറേഷൻ തിരികെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. നഗരസഭകളിലേക്ക് വന്നാൽ LDFിന് 5 നഗരസഭകളും UDFിന് 2 നഗരസഭകളുമാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കാര്യത്തിൽ 13 ഇടത്ത് LDFും 3 ഇടത്ത് UDFും. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ UDF ആകട്ടെ അരയും തലയും മുറുക്കി രംഗത്തെത്തുന്നു. LDF തങ്ങളുടെ ഇടത് അടിത്തറയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. രാവിലെ തന്നെ വിവിധ ഇടങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ പൂർത്തിയായി. ഇപ്പോൾ ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരെല്ലാം അവിടെ എത്തി അവരുടെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് തേക്കുംകാട് ഡിവിഷനിലാണ്. തേക്കുംകാട് ഡിവിഷനിൽ 2 ബൂത്തുകളാണുള്ളത്. എന്താ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി? പോളിംഗ് സാമഗ്രികളൊക്കെ എത്തിച്ചു കഴിഞ്ഞു അല്ലേ? എത്തിച്ചു. ബൂത്ത് അറേഞ്ച് ചെയ്തു. ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. രാവിലെ എപ്പോഴായിരിക്കും മോക്ക് പോളിംഗ്? 5:30 ആവുമ്പോൾ എത്താനാണ് പറഞ്ഞേക്കുന്നത്. 5:45 മോക്ക് പോൾ തുടങ്ങുന്നതാണ്. ഒരുക്കങ്ങളൊക്കെ ആയി? അതായത് ഞങ്ങളെ റെഡിയാണ്. എന്തായാലും അത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങളടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും തേക്കുംകാട് മൈതാനിയെ സംബന്ധിച്ച്, ഡിവിഷനെ സംബന്ധിച്ച് അവിടെ 2 ബൂത്തുകളാണുള്ളത്. അതോടൊപ്പം തന്നെ തൃശൂർ കോർപ്പറേഷനിൽ 55 ഡിവിഷനുകളിലേക്കാണ്, 56 ഡിവിഷനുകളിലാണ് ഇക്കുറി മത്സരം നടക്കുന്നത്. എന്തായാലും വാശിയേറിയ മത്സരം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തൃശൂരിലും പുരോഗമിക്കുകയാണ്. ദിൽന, തൃശൂരിലെ വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.